ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് മുട്ടപ്പത്തിരിയും ബീഫും. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഫേമസായി വന്നതാണ്. അതിന് കണ്ടമാനം കുട്ടികൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ന്യൂജൻ കുട്ടികൾ വരാറുണ്ട്. അത് ഈ പുലർച്ചെ 4 മണി മുതൽ തന്നെ ആ കടൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കും. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോയാൽ കാണാം. പിന്നെ സാധാരണഗതിയിൽ പിന്നെ പൊന്നാനി ഒരു പിന്നെ ആതിഥേയ മര്യാദ ഉള്ള സ്ഥലമാണ്. അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് പൊന്നാനിക്കാരുടെ ഒരു പഴയ പാരമ്പര്യമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങുന്ന ഭർത്താക്കന്മാർക്ക് ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കൽ, അമ്മായിമാർ ചെയ്തു കൊടുക്കലൊക്കെ ആദ്യകാലം മുതൽ തന്നെ പൊന്നാനിയുണ്ട്. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. ഒരുപാട് പലഹാരങ്ങൾ പൊന്നാനി, അതിന് തന്നെ ഒരു ചെറിയ പുസ്തകം മുമ്പ് TAUP സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ഇറക്കിയിരുന്നു. പൊന്നാനി പലഹാരങ്ങൾ എന്ന് പറയുന്നത് മുട്ടമാല, മുട്ടസുറുക്ക, കോഴിയട, അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പലഹാരത്തിന് ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേകതരം പലഹാരം ഒരു റംസാനെ നോമ്പറക്കലിന് ഉണ്ടാക്കുന്ന സമയത്ത്, നോമ്പറക്കൽ സദ്യയൊക്കെ വളരെ വിപുലമായി നടന്നിരുന്നു. ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ICV ഉണ്ടാക്കുന്ന സമയത്ത് ആ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന അവസരത്തിൽ ഞാൻ പിന്നെ ഒരു പ്രതീകാത്മകമായി പറയുകയാണ്, ഒരു കുഞ്ഞീവി കയറി എന്നിട്ട് ICVനോട് ചോദിച്ചേ, ICV ഈ പലഹാരം എന്താണ്ടോ വെച്ച് ഉണ്ടാക്കണതെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ICVൻ്റെ ഉദ്ദേശം അള്ളാഹു അലെന്ന് അള്ളാഹ് അറിയുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അന്ന് മുതൽ ആ പലഹാരത്തിന് അള്ളാഹു അലെന്ന പേര് വന്നു. അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ പൊന്നാനി ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, പൊന്നാനിയിലെ കുടുംബിനികൾ. പിന്നെ കല്യാണങ്ങളൊക്കെ വീടുകളിൽ വെച്ച് നടക്കുന്ന കല്യാണങ്ങൾ ഇപ്പോഴും തന്നെ കണ്ടില്ല. മറ്റന്നത്തെ കല്യാണം ഇന്ന് തന്നെ ഇവിടെ സജീവമായി കഴിഞ്ഞു. ആ രീതിയിലൊക്കെയാണ്.